ഈ ദേവാലയത്തിൻ്റെ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട നിങ്ങൾ നടത്തുന്നതായ കൺവെൻഷൻ്റെ ഒന്നാമത്തെ ദിവസമാണല്ലോ ഇത്. എന്താണ് പെരുന്നാളിൻ്റെ ഉദ്ദേശം? ലോകത്ത് ഏതൊരു മതത്തെ നമ്മൾ നോക്കിയാലും ഏതൊരു പാരമ്പര്യം നമ്മൾ ശ്രദ്ധിച്ചാലും ഏതൊരു സമൂഹത്തെ നോക്കിയാലും അവിടെയെല്ലാം ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. എല്ലാ ആഘോഷ ആചാര അനുഷ്ഠാനങ്ങളും ദൈവ മനുഷ്യ ബന്ധത്തിൽ നിന്ന് അഥവാ മനുഷ്യ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവകൃപയാൽ ലഭിച്ചതാണെന്ന് അവന് ബോധ്യമാകുമ്പോൾ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തും. നമ്മൾ മനുഷ്യർ ഉപകാരം ചെയ്താലും നമ്മൾ പരസ്പരം നന്ദി പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന് പലപ്പോഴും നന്ദി പറയുന്നത് വാക്കുകളെക്കാളുപരി സ്തോത്രോദ്ധാരണങ്ങളെക്കാളുപരി ലഭിച്ചതായ സമൃദ്ധിയിൽ നിന്ന് ഒരംശം ദൈവസ്ഥനിൽ കൊണ്ടുവന്നാണ്. ആദിമ മാതാപിതാക്കളായ ആദവും ഹാവയും രണ്ട് മക്കൾ കായൽ ഹാവയിൽ രണ്ടുപേരെയും മാതാപിതാക്കൾ പറഞ്ഞിട്ടാവാം അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് വഴിപാടുകളുമായി ദൈവസ്ഥനിൽ വന്ന് നമ്മൾ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ വ്യക്തിപരമോ കുടുംബപരമായ നന്ദി രേഖപ്പെടുത്തലാണ്. ഇന്നും അത് തുടരുന്നുണ്ട്. നമ്മൾ ഇന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് പ്രവേശിച്ചത് അല്ലേ? എന്താണ്? ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചെന്റെ നേർച്ചകളെ നാത്തോട് ഞാൻ കഴിയും എന്ന് പറഞ്ഞ നേർച്ചകളുമായി നമ്മൾ ദേവാലയത്തിലേക്ക് വരും. അത് വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ നന്ദി പ്രകടനമാണ്. എന്നാൽ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയേക്കാളുപരി ഒരു കുടുംബത്തെക്കാളുപരി ഒരു ഇടവക മുഴുവനും ഒരു ദേശം മുഴുവനും ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന വലിയ അനുഭവമാണ്, വലിയ ദിവസമാണ്. അതിനാണ് പെരുന്നാൾ വലിയ ദിവസം എന്ന ദിവസത്തെ കുറിച്ച് പറയാൻ കാരണം. ഇസ്രായേൽ സമൂഹത്തിൽ പെരുന്നാൾ ആരംഭിച്ചത് യഹോവയായ ദൈവം പറഞ്ഞിട്ടാണ്. മനുഷ്യനുണ്ടാക്കിയതല്ല പെരുന്നാൾ. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയായ ദൈവമാണ് മോശയോട് പറഞ്ഞത് പെരുന്നാൾ ആഘോഷിക്കണം. 7 പെരുന്നാളുകൾ ഇസ്രായേൽ ജനം ആചരിച്ചു വന്നവരാണ്. ആ പെരുന്നാളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് സാധാരണ ചെയ്യുന്നത് എന്താണ്? പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗാർപ്പണം അല്ലെ അതിനു വേണ്ടിയുള്ള എല്ലാവിധ പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ദൈവത്തോടുള്ള ആരാധന എന്ന് പറയുന്നത് ഈ പശ്ചാത്താപം മാത്രമല്ല, മനുഷ്യന് സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള അവസരം കൂടി ദൈവം മനുഷ്യന് നൽകിയതാണ് പെരുന്നാളുകളെ അവിടെ ചെയ്യാൻ പറഞ്ഞത്. ഇസ്രായേൽ ജനം അങ്ങനെ അനേക പെരുന്നാളുകൾ അവർ ആചരിച്ചു വന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത് അവർ ആഘോഷിച്ച പെരുന്നാളായിരുന്നു പെസഹ പെരുന്നാൾ. മിസ്രൈം അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചതിന്റെ അനുസ്മരണമായി എല്ലാ വർഷവും 7 ദിവസം ഒഴിവില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായി അവർ ആഘോഷിച്ചു വന്നിരുന്നു. രണ്ടാമത് ആഘോഷിച്ച പെരുന്നാളായിരുന്നു പെന്തിക്കോസ്തി പെരുന്നാൾ. പെന്തിക്കോസ്തി പെരുന്നാൾ എന്തിനാ അവർ ആഘോഷിച്ചു വെച്ചാൽ സീനായി ഉടമ്പടിയെ സൂചിപ്പിച്ചതാണ്. എന്താണ് സീനായി ഉടമ്പടി? മോശയെ ദൈവം പർവ്വത മുകളിലേക്ക് വിളിച്ച് 10 കൽപ്പനകൾ കൊടുത്തല്ലേ? എന്നിട്ട് പറഞ്ഞു, ഇത് ആചരിച്ചാൽ ഞാൻ നിന്റെ ദൈവം, നീ എന്റെ ജനം. ഇത് നീ ലംഘിച്ചാൽ ഞാൻ നിന്റെ ദൈവമോ നീ എന്റെ ജനമോ ആയിരിക്കുകയില്ല. യഹോവയും ഇസ്രായേലുമായുള്ള വിവാഹ ഉടമ്പടിയായി സഭയെ തന്നെ കാണുകയാണ്. വിവാഹ ഉടമ്പടി വിശുദ്ധ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും ഭാര്യാഭർത്തൃ ബന്ധമാണ് ദൈവ മനുഷ്യ ബന്ധമായി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഉത്തമഗീതം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അത് എഴുതിയത് സലോമോനാണ്. അദ്ദേഹത്തിന്റെ ചിന്തയിൽ യാഹോവേ വാസ് ദ ബ്രൈഡ്ഗ്രൂം ആൻഡ് ഇസ്രായേൽ വാസ് ദ ബ്രൈഡ്. യഹോവ മണവാളനും ഇസ്രായേൽ മണവാട്ടിയും. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ ശാരീരിക വർണ്ണനകളൊക്കെ ഉത്തമഗീതത്തിൽ വരാനുള്ള കാരണം. നമ്മുടെ വാദവകാശം നമ്മൾ പാടുന്ന വിവാദ പാട്ടുകളോ പ്രാർത്ഥനകളൊക്കെ ഉത്തമഗീതത്തിലെ വാക്യങ്ങളാണ്. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ പറയുന്നു, യേശുക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമാണ്. പഴയ നിയമം ഇസ്രായേൽ മണവാട്ടിയെ കുറിച്ച് നമ്മുടെ വിവാഹോദാശയിൽ ഒരു ആശീർവാദ പ്രാർത്ഥന ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെയാണ്: മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി സീനായിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നമ്മുടെ ഈ സംഘം മുഴുവനെയും
വിവാഹത്തിന്റെ രണ്ട് ഘടകങ്ങളാണ് യഹൂദ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് നമ്മളിൽ നടത്തുന്ന മോതിരവാഴ്വിലെ ശുശ്രൂഷയും, രണ്ട് കിരീടവാഴ്വുമുണ്ട്. ഒന്ന് മോതിരവാഴ്വ് എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഉറപ്പിക്കലാണ്. കിരീടവാഴ്വാണ് ഒന്നിച്ച് താമസിക്കാനുള്ള അവകാശം. അങ്ങനെ യഹോവയും ഇസ്രായേൽ മണവാട്ടിയുമായുള്ള വിവാഹ ഉടമ്പടി നടന്നു എന്ന് പറഞ്ഞാൽ മോതിരവാഴ്വിലെ ശുശ്രൂഷ നടന്നു. പക്ഷേ കിരീടവാഴ്വിന് മുമ്പ് ആ മണവാട്ടി മറ്റ് തിരകളോടെല്ലാം ഇറങ്ങിപ്പോയി, പെണ്ണ് ഒളിച്ചുകൂടി. ആരോട് അവർ ഒളിച്ചുകൂടിയത്? പഴയ നിയമ മണവാട്ടിയായ ഇസ്രായേൽ ഒളിച്ചുകൂടിയത് ആരോടാ? അന്യ ദൈവങ്ങളെ അന്വേഷിച്ചു പോയി, അല്ലേ? അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ വിലപിച്ച് ഇസ്രായേൽ കന്യക പരസംഗം ചെയ്തു. ഇസ്രായേൽ കന്യക പരസംഗം ചെയ്തു. അതോടെ യഹോവയായ ദൈവം മറ്റൊരു മണവാട്ടിയെ കണ്ടെത്തി. ആ മണവാട്ടിയാണ് രണ്ടാമത് കണ്ടെത്തിയ മണവാട്ടിയാണ്. വിവാഹം ഉറപ്പിക്കൽ കഴിയും. അതായത് നമ്മളെ വിളിച്ചില്ലല്ലോ, നമ്മളെ വിളിച്ചൊരു ബിരിയാണിയൊക്കെ കഴിച്ചു പോയിരുന്നെങ്കിൽ നമ്മൾ ഓർത്തേണ്ട സമയമൊക്കെ, അല്ലേ? പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം വിളിച്ച രണ്ടാമത്തെ മണവാട്ടിയാണ് ഞാൻ നിങ്ങളുമാകുന്ന പുതിയ നിയമസഭ. മനസ്സിലായോ? നമ്മുടെ ക്രിസ്തുവുമായുള്ള വിവാഹത്തിന്റെ ഉറപ്പിക്കൽ നമ്മുടെ നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് വിവാഹ ഉദാശകൾ പാടുന്നില്ലേ? മോതിരവാഴ്വിലെ ശുശ്രൂഷ എന്നാ പാടുന്നത്? എന്നെ മാമോദീസായിൽ ആത്മീയായുധമാണിയിച്ചാൽ വിരലിന്മേൽ മേലകങ്ങൾ മോതിരമായ പേർക്കേകി. മനസ്സിലായോ? വിരലിന്മേൽ മേലക്കങ്ങൾ മോതിരമായിട്ട് പേർക്കേകി. കർത്താവ് നമുക്ക് തന്ന മോതിരമാണ് തന്റെ ശരീരവും രക്തവും. ശരീരവും രക്തവും മോതിരമായിട്ട് നൽകിയെന്ന് പറഞ്ഞ അർത്ഥം ജീവൻ തന്നതാണ് അർത്ഥം. ഇനി നടക്കാനുള്ളത് കിരീടവാഴ്വാണ്. അതാ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ആ കിരീടവാഴ്വിന് വേണ്ടി നമ്മൾ നോക്കി പാർത്തിരിക്കുക. വിവാഹം പൊട്ടിച്ച മണവാട്ടിയുടെ ഓർമ്മ മുഴുവൻ എങ്ങോട്ടാണ്? ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ്? കർത്താവിന്റെ മണവാളന്റെ ഭവനമാണ്. മനസ്സിലായില്ലേ? അതാണ് ഈ സഭ. അതുകൊണ്ടാണ് കർത്താവ് ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറഞ്ഞത്. ഓർക്കുന്നില്ലേ? ബുദ്ധിയുള്ള മണവാളൻ എപ്പോൾ വരുമെന്ന് അറിയാതിയാൽ ഉണർവോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മണവാട്ടിയാണ് ഞാൻ നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ സീനായി ഉടമ്പടിയുടെ, പഴയ നിയമസഭയുടെ സീനായി ഉടമ്പടിയുടെ പെരുന്നാളായി അവർ ആഘോഷിച്ചതായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ. അതിനോട് പിന്നീട് കനാനിൽ വന്നതിന് ശേഷം വിളവെടുപ്പിന്റെ പെരുന്നാളോടെ ഇതിനോട് ചേർന്നു. ദൈവത്തിന്റെ കൊയ്ത്ത് കഴിഞ്ഞ് 47 ആഴ്ച കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞ് 50ാമത്തെ ദിവസം പെന്തക്കോസ്ത് പെരുന്നാളായി അവർ ആഘോഷിച്ചു. അപ്പൊ പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, പിന്നെ പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ. അതായത് മരുഭൂമിയിൽ കൂടാരത്തിലാണ് ദൈവത്തിന്റെ തേജസ് അവർ അനുഭവിക്കുന്നത്. സമാഗമന കൂടാരത്തിലാണ്. അവിടെയാണ് ദൈവത്തിന്റെ അറിയിപ്പുണ്ടായത്. അവിടെ നിന്നാണ് ആ സമാഗമന കൂടാരത്തിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയത്. പാളയത്തിന്റെ നടുവിൽ കർത്താവ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, കൂടാരം സ്ഥാപിക്കേണ്ടത് എവിടെയാണ്? പാളയത്തിന്റെ നടുവിൽ. എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും, ഏത് കൂടാരത്തിൽ നിന്ന് നോക്കിയാലും സമാഗമന കൂടാരം കാണണം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണണം. അതുകൊണ്ട് കർത്താവ് ദൈവത്തിൽ പറഞ്ഞത്, ഞാൻ വന്നാൽ എവിടെ നിൽക്കുന്നവർ 2 3 പേരുടെ നാമത്തിൽ കൂടിയാൽ എവിടെ നിൽക്കും? നടുവിൽ. സൈഡിലല്ല, നടുവിൽ. എവിടെ നിന്നാലും എപ്പോഴും കാണാൻ സാധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ ആ കൂടാര പെരുന്നാൾ അവർ 7 ദിവസങ്ങൾ അവരെ കൂടാര പെരുന്നാളായിട്ട് ആചരിച്ചു വന്നു. പിന്നെ പറയാം, ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന യെരൂശലേം ദേവാലയം പുതുക്കപ്പെടുന്നതോടെ ഹനുക്ക ദേവാലയ പുനരുത്സവം, ഹാമാന്റെ കഴിവത്തിൽ ഇസ്രായേൽ രക്ഷപ്പെട്ടതായ പൂയ പെരുന്നാൾ, വാരഫല പെരുന്നാളുകൾ, അങ്ങനെ നമ്മൾ പഴയ നിയമം പഠിച്ച ധാരാളം പെരുന്നാളുകൾ ഇസ്രായേൽ ആഘോഷിച്ചു വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ കാരണം യഹോവയായ ദൈവം പറഞ്ഞത് എന്താണ്? അവർ സമൂഹമായി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിയ ദിവസമാണ്. ആയതുപോലെ ഈ ദേവാലയത്തിന്റെ പെരുന്നാൾ എന്താണ്? ഒരു വ്യക്തിയേക്കാൾ, ഒരു കുടുംബത്തേക്കാൾ ഉപരിയായി ഈ ഇടവക മുഴുവനും, ഈ ദേശം, നമ്മുടെ ദേശത്തേക്ക് രാസ് നടത്തുന്നത് എല്ലാവരും നമ്മളെ
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ദിവസങ്ങളാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പെരുന്നാളിന്റെ ഉദ്ദേശം വിശ്വാസത്തിന്റെ പുനഃപ്രഖ്യാപനമാണ്. ഇസ്രായേലിനെ അങ്ങനെയല്ല ഉപയോഗിച്ചിരുന്നത്. നമുക്ക് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. മോശയ്ക്ക് ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ വഴിനടത്തി വന്നു. കനാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് യോശുവ ചെയ്ത ഒരു കാര്യമാണ് 24-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെയും പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും എല്ലാം ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് വിളിച്ചുകൂടി. എന്നിട്ട് അബ്രഹാമിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നിവിടെ കടന്നു വരുവാനിടയായ സാഹചര്യം വരെ വളരെ ഷോർട്ടായിട്ട് അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മളിൽ ചെല്ലാൻ പോകുന്ന ദേശം വ്യത്യസ്തമാണ്. കനാന്യരുടെ നാട്ടിലാണ്, ജാതികൾക്ക് ഇനി പാർക്കുകയാണ്, ജാതീയമായ ആരാധനയാണ്, നമ്മൾ സത്യവിശ്വാസം തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു പോകാം. എന്നിട്ട് യോശുവ ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്തു. നമുക്കറിയാം എന്താണ്? ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞങ്ങളുടെ സത്യവിശ്വാസം ഞങ്ങൾ തിരിക്കുകയില്ല. ഞങ്ങൾ ദൈവത്തെ, യഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്നിട്ട് എല്ലാ ഗോത്ര നേതാക്കന്മാരെ കൊണ്ടും ആ സത്യപ്രതിജ്ഞ ജയിച്ചതായിട്ട് വായിക്കുന്നു. അതിന്റെ സാക്ഷ്യത്തിനായി ഒരു കല്ലെടുത്ത് കരുവേലത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു ആ സത്യപ്രതിജ്ഞയുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് അതുവരെയും കാത്തുപരിപാലിച്ച സത്യവിശ്വാസത്തിന്റെ അടയാളമായിരുന്നു നാട്ടിലായ കല്ല്. അപ്പൊ നമ്മുടെ പെരുന്നാൾ AD 345 മുതൽ മലകരയിൽ നമ്മൾ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ സത്യവിശ്വാസത്തിന്റെ പുനഃപ്രഖ്യാപന ദിവസമാകണം പെരുന്നാൾ. പെരുന്നാളിൽ സാഹചര്യം എന്താ ചെയ്തത്? അവരെല്ലാവരും ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്നു, സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമൂഹ ജീവിതത്തിൽ വ്യക്തിപരമായോ കുടുംബപരമായോ ഗോത്രപരമായോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കാണുന്നത് പെരുന്നാളിന്റെ ദിവസമാണ്. നമ്മൾ ഒന്നാണ്, നമ്മൾക്കൊരു ദൈവമാണ്, നമുക്കൊരു വിശ്വാസമാണെന്ന് ഏറ്റു പറഞ്ഞ് പരസ്പരം ആലിംഗനബദ്ധരായി യെരൂശലേം ദേവാലയത്തിന്റെ പടികൾ അവർ ഇറങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ ഒക്കെ ഇടവകളിൽ പെരുന്നാളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലേ? അതുവരെ കുഴപ്പമില്ല. പെരുന്നാൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. പെരുന്നാൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള വേദിയല്ല, പ്രശ്നപരിഹാരത്തിനുള്ള അവസരമാണ്. ഇസ്രായേൽ അങ്ങനെയാണ്. അവർ ആലിംഗനബദ്ധരായി യെരൂശലേമിന്റെ പടികൾ ഇറങ്ങിപ്പോയി. നമ്മുടെ ഇടയിലും നമ്മൾ ഒന്നാണ്, നമുക്കൊരു ദൈവമാണ്, നമുക്കൊരു വിശ്വാസമാണെന്നുള്ള ആ പുനഃപ്രഖ്യാപനത്തിന്റെ ദിവസമായി മാറും. ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുന്ന, പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് പെരുന്നാളിന് പോയ ഒരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള വാക്യങ്ങളാണ്. ദീർഘമായ ഒരു വേദഭാഗമായതുകൊണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല. നമുക്ക് സംഭവം അറിയാം. നമ്മുടെ കർത്താവിന് 12 വയസ്സ് പ്രായമായപ്പോൾ മാതാപിതാക്കളോട് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിൽ പോയതും പെരുന്നാളിൽ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ യേശുവിനെ കാണാതെ പോകുന്നതും പിന്നെ മാതാപിതാക്കളുടെ യേശുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നതുമായ സംഭവമാണ് അവിടെ പറയുന്നത്. നമുക്ക് ഒരു പെരുന്നാളായതുകൊണ്ട് അത് ആ സംഭവത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 12 വയസ്സെന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മതപരമായ പ്രായപൂർത്തിയാണ്. കാരണം 12 വയസ്സ് പ്രായമായ ഏതൊരു ആൺപ്രജയും 2 ശെക്കേൽ വർഷം തോറും ദേവാലയത്തിന് നൽകണമെന്നുള്ളത് യഹൂദന്മാർ. എന്ന് പറഞ്ഞാൽ മതപരമായ അവരുടെ പ്രായപൂർത്തിയായ, നമുക്കറിയാമല്ലോ, നമ്മൾ 21 വയസ്സ് പ്രായമായാലേ എല്ലാ പുരുഷന്മാരും നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്താ കൊടുക്കാറുണ്ട്? രജിസ്റ്റ കൊടുക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ അവർ 2 ശെക്കേൽ യെരൂശലേം ദേവാലയത്തിൽ നൽകണം. നമ്മളവിടെ വായിക്കുന്നത് മറിയാമും യോസഫും യേശുവിനെ കൂട്ടിക്കൊണ്ട് പതിവ് പോലെ യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയത്. പെരുന്നാളായിരുന്നു. പതിവ് പോലെ എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ്. നമുക്കറിയാം, ഇസ്രായേലിൽ ഒറ്റ ദൈവാലയമേ ഉണ്ടായിരുന്നു. ഒരേ ഒരു ദൈവാലയം. ഏതാണ്? യെരൂശലേം ദേവാലയം. പിന്നുള്ളതെല്ലാം സിനഗോഗ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാലയങ്ങളാണ്. അവിടെ യാഗമില്ല. ന്യായപ്രമാണം വായിക്കും, ധ്യാനിക്കും, അത് വിശദീകരിക്കും, അത് പഠിപ്പിക്കും.
പാപപരിഹാര ബലി നടത്തുന്നത് ഒറ്റ ദേവാലയമേ ഉള്ളൂ, യേശുവിന്റെ ദേവാലയമാണ്. അപ്പോൾ ഈ വലിയ പെരുന്നാളുകളിൽ, വർഷത്തിൽ ഏതെങ്കിലും ഒരു പെരുന്നാളുകളിൽ എല്ലാ യഹൂദന്മാരും, ചിതറിപ്പാർക്കുന്ന എല്ലാ യഹൂദന്മാരും ഏതെങ്കിലും ഒരു പെരുന്നാളിൽ അവിടെ യേശുവിന്റെ ദേവാലയത്തിൽ വരികയും പാപപരിഹാരത്തിനായി യാഗാദി കർമ്മങ്ങൾ അർപ്പിച്ച് മടങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പെസഹ പെരുന്നാൾ യഹൂദൻ എവിടെയായിരുന്നാൽ അവരിൽ ഓടി വരും. കാരണം അവർ ഏറ്റവും പ്രധാനമായി ആചരിച്ച പെരുന്നാൾ അതാണ്. അപ്പൊ അങ്ങനെ ഒരു പെസഹ പെരുന്നാളിൽ കർത്താവും മാതാപിതാക്കളും ഒക്കെ ആ യേശുവിന്റെ ദേവാലയത്തിൽ പോകുന്നു. നമുക്കറിയാം അന്നത്തെ സാഹചര്യം ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, നടന്നാണ് പോകുന്നത്. പല ദിവസങ്ങളിലും ചിലപ്പോൾ പല ആഴ്ചകളിലും നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. വളരെ ദൂരെ വരുന്ന ആളുകളാണ്. അപ്പൊ കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ പ്രായമുള്ളവരെ കയറ്റി നിർത്തും, ബാക്കി എല്ലാവരും കൂടെ നടന്നു പോകും. നമ്മൾ ഇവിടുന്ന് മഞ്ഞിലേക്കൊക്കെ പോകാറില്ലേ? അല്ലേ? എങ്ങനെ പോകുന്നത്? ഒറ്റക്കാണോ? നമ്മുടെ നടന്നു പോകാൻ എങ്ങനെ പോകുന്നത്? ഇടവകയിൽ എല്ലാവരും കൂടെ കൂടി പുറത്താനൊക്കെ പറഞ്ഞ് സന്തോഷം പങ്കുവെച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പോകും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയോടുകൂടിൽ അവർ യേശുവിന്റെ ദേവാലയത്തിൽ എത്തി പെരുന്നാളിന്റെ കർമാദികളൊക്കെ നടത്തി യാഗമൊക്കെ അർപ്പിച്ച് മടങ്ങിപ്പോയി സന്തോഷത്തോടെ. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, യേശുവിനെ അവർ വിളിച്ചില്ല. പക്ഷെ അവർ വിചാരിച്ചു കൂടെയുള്ളവരുടെ കൂടെ, സഹയാത്രികളുടെ കൂടെ യേശു ഉണ്ട് എന്ന് വിചാരിച്ച് അവയിൽ പോയില്ല. ഒരു ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യേശു കൂടെയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, യേശുവിനെ വിളിച്ചില്ല, സഹയാത്രികളുടെ കൂടെ, കൂടെയുള്ളവരുടെ കൂടെ യേശു ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ ഇതിന് വാസ്തവത്തിൽ സഭാവിശ്വാസികളാണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? സഹയാത്രികളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കും നമ്മൾ നടക്കുന്നത്. ആരാ സഹയാത്രികർ? കൂടെയുള്ളവര്. ഭർത്താവിന്റെ സഹയാത്രി ആരാ? ഭാര്യ. ഭാര്യയുടെ ആരാ? ഭർത്താവ്. അല്ലേ? മക്കൾ, കുടുംബം നോക്കെ, സഹോദരങ്ങൾ, കുടുംബം വാസുദേവമാണ് സഹയാത്രയാണ്. ആ സഹയാത്രയിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുകയല്ലേ എന്ന് നമ്മളൊന്നും ചിന്തിയില്ല. ഇപ്പോഴിരിക്കുന്ന പുരുഷന്മാരുടെ ആശ്വാസം എന്താണെന്ന് നിങ്ങൾക്ക് സ്ത്രീകൾക്കറിയാമോ? അവർക്ക് നിങ്ങളെ പോലെ ഏറെ സമയം ഇത് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളില്ല, ഏറെ സമയം ഇത് പ്രാർത്ഥിക്കാനുള്ള മാനസിക സ്ഥിതിയുമില്ല. സ്ത്രീ പുരുഷ മനഃശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ പുരുഷൻ അധിക സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവരുടെ ജോലി സംബന്ധമായ തിരക്കുകളുണ്ട്. ഇപ്പോഴാണെങ്കിൽ സമുദായ രാഷ്ട്രീയമുണ്ട്. ഒട്ടും സമയമില്ല, അവർ പല കാര്യങ്ങളിൽ വളരെ ബിസിയായിരുന്നു. പക്ഷെ അവരുടെ ആശ്വാസം എന്താണെന്ന് അറിയുമോ? എന്നെ പോലല്ല എൻ്റെ ഭാര്യ. അവൾ എപ്പോഴും പ്രാർത്ഥിക്കും, വേദപുസ്തകം വായിക്കും, എല്ലാ നോമ്പും നോക്കും, പള്ളിയിൽ പോകും, ആരാധന നടത്തും. അപ്പൊ കർത്താവ് എൻ്റെ കൂടെ ഇല്ലെങ്കിലും ആരുടെ കൂടെ ഉണ്ട്? എന്റെ സഹയാത്രികയായ ഭാര്യയുടെ കൂടെ ഉണ്ട്. ഭാര്യയുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് കൂടെ ഉണ്ട്, കർത്താവിന്റെ വീട്ടിലുണ്ട്. പുരുഷന്മാർ അങ്ങനെ ആശ്വസിക്കും. ഈ സ്ത്രീകളുടെ ആശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കറിയാമോ അവരാ ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നോമ്പ് നോക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെ ശരിയാണ്. പക്ഷെ അവർക്കറിയാം ഞങ്ങളെക്കാൾ നല്ല മനസ്സ് ഞങ്ങളുടെ ഭർത്താവിന്റെ, അല്ലേ? അദ്ദേഹം കോപിക്കുന്നവനായിട്ട് മന്ത്രിക്കുന്നവനായിട്ട് എല്ലാ ചിലപ്പോൾ ഉപദ്രവിക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം ആളൊരു പാവം, അതുതന്നെ ആളൊരു പാവം. അപ്പൊ കർത്താവ് നമ്മുടെ കർത്താവിനെ പറഞ്ഞത് ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുന്നു. അപ്പൊ എന്നെ കാണുന്ന നല്ല മനസ്സിന്റെ ഭർത്താവായതുകൊണ്ട് ആളുകളുടെ ആളുകളുണ്ട് കർത്താവ്, ഭർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആളുകളുണ്ട്. ഇതാണ് സ്ത്രീകളുടെ ആശ്വാസം. നമ്മുടെ പിള്ളേരുടെ ആശ്വാസം എന്താ പറയുക? അവർക്ക് പരീക്ഷ വരുന്നു, പല പ്രശ്നങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കാൻ സമയമില്ല. വാട്സപ്പ് നോക്കണം, ഫേസ്ബുക്ക് നോക്കണം, അല്ലേ? ഇവർക്ക് ഇതെല്ലാം പരിപാടി അവർക്ക്. അതുകൊണ്ട് അവർ നമ്മളെ വിളിച്ച് പറയും, പപ്പ മമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പപ്പ മമ്മി പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ആളുകളുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവർ പോവുകയും. നിങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളോ പെട്ടെന്നോ വരുമ്പോൾ നിങ്ങൾ പള്ളിയിൽ വന്ന അച്ഛനെ കാണും, അല്ലെ സുവിശേഷകനെ കാണും, അല്ല പ്രാർത്ഥനായോഗങ്ങളിൽ പേര് കൊടുക്കും. ഞങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അച്ഛനും സുവിശേഷകരും പ്രാർത്ഥനായോഗക്കാരും പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. ആ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളോടുണ്ടെന്നുള്ള വിശ്വാസം തീരുകയല്ലേ? ഞങ്ങൾ അച്ഛന്മാരുടെ ആശ്വാസം
കുർബാനയും കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ഞാനും കിഴക്കേക്കും ഭാവിയുമായ ദാസൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, അപ്പോൾ ഞങ്ങളുടെ ധാരണ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി. മനസ്സിലായില്ല? ചുരുക്കത്തിൽ ആരെയും കൂടെ ഉണ്ടെന്ന് ആർക്കുമില്ല, ഉറപ്പൊന്നുമില്ല. സഹയാത്രികരുടെ കൂടെ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോവില്ലയോ? സത്യം നിങ്ങളൊരു അങ്ങനെയല്ല. ഈ വർഷത്തെ പെരുന്നാൾ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പോടുകൂടി നിങ്ങൾ പോയെങ്കിൽ മാത്രമേ ഈ പെരുന്നാൾ നടക്കൂ. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപമുഖാന്തരം, പാപചിന്തകളും പാപപ്രവൃത്തികളും മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ, എന്നിൽ നിന്ന് അകന്നു പോയ കർത്താവിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു പോകണം. അല്ല റാസ പിടിക്കട്ടെ പക്ഷേ ഗാനമേളയിൽ കണ്ടുപോയിട്ട് കഴിവില്ല. അതുകൊണ്ടൊന്നും കർത്താവ് കൂടെ വരില്ല. മനസ്സിലായല്ലോ? ഈ പ്രാർത്ഥന യോഗമൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ നിങ്ങളെ രൂപാന്തരപ്പെടണം എന്നുള്ള മനസ്സോടുകൂടിയാണ്. അപ്പം ഇവർ രണ്ടാമത് ചിന്തിച്ച് ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അമ്മ മനസ്സിലാക്കി യേശു കൂടെയില്ല. എനിക്കൊന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ അന്വേഷിക്കുകയാണ്. ഇന്നത്തെ പോലെ 3-4 നേരത്തെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. കഴിക്കുന്നു ഹോട്ടലില്ല, അല്ല തട്ടുകടയില്ല, അല്ലെ റെസ്റ്റോറൻറ്റ് ഇല്ല, ഒന്നുമില്ല. ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കി ഒതുക്കി വെച്ചിരിക്കുന്ന ഉണങ്ങിയ റൊട്ടിയായിരിക്കും കഴിക്കാനുള്ളത്. അതൊന്നും സമൃദ്ധമായി ഇന്നത്തെ പോലെ കഴിക്കാനില്ല. സദ്യയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ മോനെ അന്വേഷിച്ചപ്പോൾ ആണ് മനസ്സിലായത് കർത്താവ് കൂടിയില്ല. കർത്താവ് കൂടിയില്ല എന്ന് കണ്ടപ്പോൾ എന്താ സംഭവിച്ചു? വായിക്കുന്നില്ല. ജോസഫും മറിയമും തിരിച്ചു നടന്നു. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ സഹയാത്രികർ ആരെങ്കിലും തിരിച്ചു നടന്നതായി നമ്മൾ വായിക്കുന്നു. അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇവർ പോകുന്നത്, അല്ലേ? അവരുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് ആശ്വസിച്ച് പോകുന്നതാണ്. അവരാരെങ്കിലും ജോസഫിന്റെയും മറിയത്തിന്റെയും കൂടെ തിരിച്ചു നടന്നതാണ്. എന്താ അവരാരും തിരിച്ചു നടക്കാൻ? എന്തുകൊണ്ടാണ് അവർ തിരിച്ചു നടക്കാൻ? അവർക്ക് യേശുവിനോടുള്ള ബന്ധവും ജോസഫിനും മറിയത്തിനുള്ള ബന്ധവും ഒന്നാണോ? ആണോ? നാട്ടുകാർക്ക് യേശുവിനോടുള്ള ബന്ധമില്ല, പരിചയ ബന്ധം മാത്രം, അല്ലേ? 12 വയസ്സുള്ള ബാലൻ ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്നു, ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ അവർ കളിക്കുന്നു, ഞങ്ങളുടെ അയലോക്കത്ത് താമസിക്കുന്നു. ഇതിനപ്പുറം ഒരു ബന്ധം അവർക്ക് യേശുവിനോടുണ്ടോ? ഇല്ല. പക്ഷെ ജോസഫിനും മറിയത്തിനും യേശുവിനോടുള്ള ബന്ധം പരിചയ ബന്ധമാണോ, വ്യക്തിപരമായ ബന്ധമാണോ? യേശു ഇല്ലാതെ ഒരു യാത്രയെ കുറിച്ച് ജോസഫിനും മറിയത്തിനും ചിന്തിക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ ചിന്തിക്കൂ, നമുക്ക് യേശുവിനോടുള്ള ബന്ധം പരിചയബന്ധമാണോ, വ്യക്തിപരമായ ബന്ധമാണോ? ഇത് എന്താ പറയുക? സത്യത്തിൽ പരിചയബന്ധമല്ലേ ഉള്ളൂ. ജനിച്ചപ്പോൾ മുതൽ ഈ പേര് കേൾക്കാൻ തുടങ്ങിയതാണ്, യേശു കർത്താവ് ദൈവം, അല്ലേ? ഒത്തിരി അന്ന് മുതൽ ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങിയതാണ്. പരിചയബന്ധം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, പരിചയബന്ധം നമുക്ക് മാത്രമല്ല, ഭൂമിയിലുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകൾക്കും യേശുവിനോട് പരിചയബന്ധമുണ്ട്. യേശു എന്ന പേര് അവർ കേട്ടിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് അവർക്കറിയാം. എല്ലാവർക്കും പരിചയബന്ധമുണ്ട്. നമുക്ക് വേണ്ടത് പരിചയബന്ധമാണോ, വ്യക്തിപരമായ ബന്ധമാണോ? വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ യേശു ഇല്ലാതെ യാത്ര നമുക്ക് സാധ്യമാണോ? ഒരിക്കലുമല്ല. യേശുവിനെ കൂടാതെ ഒരു ചിന്ത നമുക്ക് സാധ്യമാണോ? യേശു ഇല്ലാത്ത രീതിയിൽ വർത്തമാനം പറയാൻ പറ്റുമോ? യേശു ഇല്ലാത്ത രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, യേശു കൂടെ ഇല്ലാതെ തോന്നിയപ്പോൾ മറിയത്തിന്റെയും ജോസഫിന്റെയും ഹൃദയം മുറിഞ്ഞു. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ഹൃദയം വേദനിക്കണം. അതാണ് യേശുവിനോടുള്ള ബന്ധം. നാട്ടുകാരൊക്കെ മറിയത്തോട് ഒരു കാര്യം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? മോനെ കണ്ടില്ല എന്ന് പറഞ്ഞ അമ്മ കരഞ്ഞെടുത്ത് പറഞ്ഞതാണ്, എന്താ നിങ്ങൾ പോയി അന്വേഷിക്കേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. നമ്മളെല്ലാവരും പറഞ്ഞല്ലേ, എന്ത് പ്രശ്നം വന്നാലും ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോയി. മനസ്സിലായോ?
പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അവരൊക്കെ അവരവരുടെ വഴിക്ക് പോയി. പക്ഷേ ജോസഫിനും മറിയത്തിനും അവർ യേശുവില്ലാതെ യാത്ര അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഒരു ദിവസം പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയതിൽ ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ദൈവമേ, എനിക്ക് ഇന്ന് ദേവാലയത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരാളോടെങ്കിലും ഒരു നന്മ വാക്ക് പറയാതെ, നന്മ പ്രവൃത്തി ചെയ്യാതെ ഈ ദിവസം കടന്നുപോയെങ്കിൽ ദൈവമേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യേശുവുമായി ഒരു ബന്ധം. പക്ഷെ നമ്മളൊക്കെ യേശുവിനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നത് എന്താ പറയുക? പേടിച്ചില്ല, സ്നേഹം കൊണ്ടൊന്നല്ല, പേടിച്ചിട്ട് അന്വേഷിക്കുന്നത്. അയ്യോ, ഞാൻ വേദപുസ്തകം വായിച്ചില്ല, ദൈവം ശിക്ഷിക്കുമായിരിക്കും. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ല, ദൈവം ശിക്ഷിക്കുമായിരിക്കും. ഞാൻ പള്ളിയിൽ പോയില്ല, ദൈവം ശിക്ഷിക്കുമായിരിക്കും. പ്രിയമുള്ളവരെ, പേടിച്ചിട്ട് അന്വേഷിക്കേണ്ടവനല്ല ദൈവം. കാരണം ഭയം എന്ന് പറയുന്നത് അടിമത്വമാണ്, ദാസ്യത്വമാണ്. യേശു പറഞ്ഞു, കർത്താവ് നമുക്ക് നൽകിയ ആത്മാവിനെ കുറിച്ച് റോമർ 8:15 പൗലോസ്ലീഹ പറഞ്ഞു, പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയെന്നാണ്. പുത്രത്വത്തിന്റെ ആത്മാവ്. നിങ്ങൾക്കറിയാമല്ലോ, ദാസൻ യജമാനോടുള്ളത് ഭയമാണ്. എന്റെ ജോലി ഇഷ്ടപ്പെടുമോ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ, അവൻ ഭയപ്പെട്ടാണ് അവൻ യജമാനന്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ മക്കൾ മാതാപിതാക്കളായിട്ട് അങ്ങനെയുള്ള ഭയമാണോ? അല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന ഭയമാണ്. മക്കൾക്കുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ബന്ധത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുണ്ടായ ഭയം മാത്രമാണ്, അത് അടിമത്വമല്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവത്തെ അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ. പ്രിയമുള്ളവരെ, അങ്ങനെ മക്കളായി തീരുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതെന്ന്. എന്ത് മുതലാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് അറിയാമോ? അത് നമ്മൾ മനസ്സിലാക്കണം. ജനിച്ചതിന് ശേഷമല്ല, മാമോദീസായ്ക്ക് ശേഷമല്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ വായിക്കാമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം. നാം തന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായി തീരേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മളെ എന്ത് തെരഞ്ഞെടുക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത്? ലോകസ്ഥാപനത്തിന് മുൻപ്. ലോകസ്ഥാപനം എന്ന് പറയുന്നത് ഏതാ? ലോകസ്ഥാപനം ഭൂമി ഉണ്ടാവട്ടെ, പ്രപഞ്ചം ഉണ്ടാവട്ടെ ദൈവം പറഞ്ഞതില്ലയോ? ലോകസ്ഥാപനം ആണോ ഇല്ലയോ? അതിനു മുൻപ് നമ്മളെ തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മളെ ഉണ്ടാവണ്ടേ? ഇല്ലാത്തൊരാളെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ലാത്തൊരാളെ തെരഞ്ഞെടുക്കാൻ പറ്റും. പൗലോസ്ലീഹ പറഞ്ഞു, നമ്മെ ക്രിസ്തുവിന്റെ കൃപയ്ക്കും അഭിമാനത്തിനും പങ്കുപറ്റുവാൻ നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് ലോക സ്ഥാപനത്തിന് മുൻപ്, ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് മുൻപ്. അത് നമ്മൾ എവിടെയായിരുന്നു? അന്ന് നമ്മൾ എവിടെയായിരുന്നു? നമുക്ക് ഈ ശരീരമൊന്നുമില്ല, ദൈവത്തിന്റെ ചിന്തയിലും പദ്ധതിയിലും ഉൾപ്പെട്ടവരായിരുന്നു. അല്ലാതെ ദൈവം ഇപ്പൊ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് ലോകത്തോട് അയച്ചവരല്ല നമ്മൾ. ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ ചിന്തയിലും പദ്ധതിയിലുമുണ്ട്. ഇരമ്യാവോട് യഹോവയായ ദൈവം പറഞ്ഞില്ലേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ അറിഞ്ഞു, വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഒരാളെ അറിയണമെങ്കിൽ, വിശുദ്ധീകരിക്കണമെങ്കിൽ, നിയമിക്കണമെങ്കിൽ എന്ത് വേണം? ആളുണ്ടാവണം. എവിടെ? ദൈവത്തിന്റെ ചിന്തയിലും പദ്ധതിയിലും. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്, ഇന്ന് മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണമെന്നുള്ളത്, ഈ സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ ആയിരിക്കണമെന്നുള്ളത് ലോക സ്ഥാപനത്തിന് മുൻപുള്ള ദൈവത്തിന്റെ നിശ്ചയമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അബോർഷൻ, ഗർഭഛിദ്രം കഠിന പാപമെന്ന് സഭ പറയുന്നത്. ലോക സ്ഥാപനത്തിന് മുൻപ് ക്രിസ്തു
ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്കും പ്രിയമുള്ളവരെ യോസേഫും മറിയാമും യേശുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു നടന്നു. നമുക്കും ഒരു തിരിച്ചു നടപ്പ് ആവശ്യമാണ്. ദൈവ സാന്നിധ്യം ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു നടക്കണം. ഈ തിരിച്ചു നടപ്പെന്ന് പറയുന്നത് എന്താണ്? ഈ തിരിച്ചു നടപ്പിന് പറയുന്ന പേരാണ് മാനസാന്തരം, പശ്ചാത്താപം. ഗ്രീക്ക് ഭാഷയിൽ മെറ്റനോയിയ എന്നൊരു വാക്കാണ് പശ്ചാത്താപം, മാനസാന്തരം എന്നതിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എവോക്കേഡ് എന്ന് പറയും ഇംഗ്ലീഷ്. ഇപ്പൊ ഞാൻ പടിഞ്ഞാറോട് തിരിഞ്ഞു നിൽക്കുകയാണ്, ഞാൻ ഇടത്തോട് തിരിഞ്ഞാൽ ലെഫ്റ്റ്, വലത്തോട് തിരിഞ്ഞാൽ റൈറ്റ് മാത്രമേ പറയത്തുള്ളൂ അല്ലേ? എവോക്കേഡ് എന്ന് പറയണമെങ്കിൽ ഞാൻ നേരെ കിഴക്കോട്ട് തിരിയണം. അതിന്റെ അർത്ഥം ഒരുവൻ ജീവിക്കുന്ന ജീവിത രീതി, പ്രവർത്തിക്കുന്ന പ്രവൃത്തി തെറ്റെന്ന് ബോധ്യമായതുകൊണ്ട് അത് മാനസാന്തരമല്ല, ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്, കുറ്റബോധം മാത്രമാണ്. അവൻ ആ വഴി വിട്ട് ജീവിതം വിട്ട് തിരിച്ചു നടക്കുന്ന പ്രക്രിയക്കാണ് മാനസാന്തരം എന്ന വാക്ക് ഉപയോഗിക്കുക. തിരിച്ചു നടപ്പാണ്. അതാണ് മെറ്റനോയ എന്ന വാക്ക് ഗ്രീക്ക് ഉപയോഗിക്കുന്നതിന്റെ കാരണം. അതാണ് നമ്മുടെ ഈ പശ്ചാത്താപം എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത് തിരിച്ചു നടപ്പാണ്. അതുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാർ പറയുന്നുണ്ടല്ലോ, സൺഡേ സ്കൂളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, രക്ഷയ്ക്ക് 3 അവസ്ഥകളുണ്ട്. നമ്മളെല്ലാവരും ചോദ്യമാണ് രക്ഷിക്കപ്പെടും അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെടുന്ന പറയല്ല, രക്ഷയ്ക്ക് 3 അവസ്ഥ പിതാക്കന്മാർ പറഞ്ഞു. ഏതൊക്കെയാണ്? 1, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. 2, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 3, ഞാൻ രക്ഷിക്കപ്പെട്ടു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ 3 ഈ രക്ഷയ്ക്ക് ബാധകമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്, ഞാൻ ക്രൈസ്തവ മാതാപിതാക്കൾ ജനിച്ച് സ്നാനമേൽക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. മാമോദീസ എനിക്ക് ലഭിച്ചപ്പോൾ ക്രിസ്തുവിനോട് ഞാൻ സംയോജിക്കപ്പെട്ട് രക്ഷയുടെ വഴിയിൽ എന്നെ കയറ്റി നിർത്തി. ആ റോഡിൽ ആ വഴി എനിക്ക് കിട്ടി. ഞാൻ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഒരു വഴി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അവിടെ കൂടെ അവിടെ എന്താ ചെയ്യേണ്ടത്? വഴി കിട്ടുന്നത് എന്തിനാ? വഴി കിട്ടുന്നത് എന്തിനാ? നടക്കാനാണ്. ആ വഴിയിലൂടെ നമ്മൾ നടക്കണം. ഈ ഏതാണ് ജീവിതമാകുന്ന യാത്ര. അപ്പോൾ എനിക്ക് ആ വഴി കിട്ടുന്നുള്ളതാണ് രക്ഷിക്കപ്പെടുന്ന അവസ്ഥ. ഈ വഴി പോകുമ്പോൾ അനേക കൈവഴികളുണ്ട്. കൈവഴികളിലൂടെ പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ? ഞാൻ ഈ യോഗം കഴിഞ്ഞ് പള്ളിയിൽ പോവാം, ഈ വഴി അറിയത്തില്ല. ഞാൻ ഈ പള്ളിയുടെ ഗേറ്റ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇടത്തോട്ടൊരു വഴി, ഞാൻ അതിലേക്ക് പോയി ചെന്ന് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വഴി തെറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്യണം? തിരിച്ച് നടക്കട്ടെ. ഇവിടെ അങ്ങോട്ട് ചെല്ലും, അവിടെ ചെന്നപ്പോൾ വലത്തോട്ടുള്ള വഴി, ഇടത്തോട്ട് വഴി. എനിക്ക് രാത്രിക്ക് പോകണം അല്ലേ? എനിക്ക് മൈസൂർ കോളേജിൽ അങ്ങോട്ട് പോകണം, ഇടത്തോട്ട് പോകണം. അവിടെ ചെന്നപ്പോൾ ആ തിരുവല്ലായ്ക്ക് പോകുന്നത് ഈ വഴി അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ചിലപ്പോൾ നല്ല വഴിയൊന്നും കണ്ടാൽ തിരുവല്ലായ്ക്ക് അവിടെ ചെന്നപ്പോഴാണ് ഈ വഴി തെറ്റിപ്പോയി. ഞാൻ എന്ത് ചെയ്യണം? അവിടെ ചെന്നാൽ ഈ തിരുവല്ലെത്താൻ പറ്റുമോ? ഞാൻ തിരിച്ചു നടക്കണം. ഇതാണ് പ്രിയമുള്ളവരെ, ഈ ഭൂമി നമ്മുടെ പ്രശ്നം. പൈശാചിക പ്രലോഭനങ്ങളും പ്രലോഭനങ്ങളും നമ്മളെ വഴി തെറ്റിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യേണ്ടി വരികയാണ്. കാരണം ഈ ഭൂമിയുടെ പ്രശ്നം അതാണ്. അതിൽ ചെയ്യാൻ പറഞ്ഞത് ജഡം, ലോകം, പിശാച്, ഇവ 3നോടുമുള്ള പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കും. നമ്മൾ ജീവിക്കുന്ന ഭൂമി യുദ്ധഭൂമിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സഭയിൽ ഒരു കുഞ്ഞിന് മാമോദീസ മുക്കി മൂറോനഭിഷേകം നടത്തുമ്പോൾ പട്ടക്കാരൻ മൂറോ കുപ്പി കയ്യിലിട്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ആരും ശ്രദ്ധിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. പ്രാർത്ഥന സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം മുഴുവൻ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ്, കർത്താവേ, മാമോദീസയിലുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ദാസൻ ദാസി എന്ന് പറഞ്ഞ മൂറോൻ അഭിഷേകം ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. ഈ മാമോദീസയുടെ സകലവിധ പരിമള വാസനകളാൽ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവരായി തീരുകയും ചെയ്യണമേ. ഇനി ദുഷ്ടപ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാൻ ഇടയാകാതെ നിന്റെ തേജസ്സിൽ കൂടി സഞ്ചരിച്ച് നിന്റെ
നമ്മുടെ കൊച്ചു കാര്യങ്ങളുണ്ടോ? കൊച്ചിനെ ആരെടുത്തേക്കുന്നത് കൊച്ചിൻ്റെ എപ്പോഴിരിക്കുമ്പോൾ ഒരു ശക്തമായ പ്രാർത്ഥന അറിയാമോ? മാമോദീസ വിശ്വാസം മുതലതിൻ്റെ പഠനമാനം മുതൽ നമ്മളൊരു വീട്ടിൽ ചേർക്കും. എന്തിനാണ് ഒരാളെ വീട്ടിൽ ചേർക്കുന്നത്? ഒരാളെ വീട്ടിൽ ചേർക്കുന്നത് എന്തിനാ? ആദ്യം ചോദ്യം പമ്മിച്ച് പറഞ്ഞ് പെൻഷൻ മേടിക്കാൻ. അമ്മച്ചയ്ക്ക് ഭർത്താവ് വീട്ടിൽ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, പെൻഷൻ മേടിക്കാനാണ് വീട്ടിൽ ചെന്നല്ല. എന്തിനാ? യുദ്ധം ചെയ്യാൻ. ആരോടാ യുദ്ധം? അല്ലേ? നല്ല പൗരസ്യ പറയുന്നത് നമുക്കൊരു പോരാട്ടമുണ്ട്. ജഡതകളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന എന്നിട്ട് റോമൻ പടയാളികളുടെ വേഷവിധാനങ്ങളൊക്കെ ഉദാഹരിച്ചു. സത്യം നരകെട്ട് നീതി എന്ന കവചം, രക്ഷയെന്ന ശിരസ്ത്രം, ദൈവജനം എന്ന വാള്, സമാധാന സുരക്ഷയുടെ കാര്യം തെളിവാക്കി സാത്താനോട് യുദ്ധം ചെയ്യണം. ഇതാണ് ഈ പൂർവ്വയുടെ പ്രശ്നം. മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയ സത്യവും അസത്യവും തമ്മിൽ, നീതിയും അനീതിയും തമ്മിൽ, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ സംഘർഷമാണ്. എപ്പോഴും പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അടുത്തത് പർദീസ, ചർച്ച, എക്സ്പെക്ട് എന്ന് പറയും കാത്തിരിപ്പിന്റെ സഭ. അവിടെ പൈശാചിക പ്രലോഭനങ്ങളില്ല. 3 ചർച്ചകൾ വിജയസഭ ന്യായവിധിക്ക് ശേഷം. അവിടെ ഇപ്പോൾ മനുഷ്യർ ദീർഘം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരല്ലാതെ ആരും വീട്ടിലേക്കിപ്പോൾ കയറിയിട്ടില്ല. അത് സ്വന്തം പോട്ടെ. പറഞ്ഞു വരുന്നത് നമ്മൾ ഈ പോരാട്ട സമയത്തായതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ്. അപ്പൊ നമുക്ക് വഴിതെറ്റി പോകാൻ ധാരാളം സാധ്യതകളുണ്ട്. പക്ഷെ അവിടെ നിന്ന് തിരിച്ച് നടത്തുന്നവർക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സാന്തരം എന്ന് പറയുന്നത് കുറ്റബോധമല്ല. അവിടെ നമുക്കറിയാം, കർത്താവിന്റെ 2 ശിഷ്യന്മാരെ യേശുവിനെ വേദനിപ്പിച്ചു. ആരൊക്കെയാണ്? യൂദോസ് കറിയോത്തായും പത്രോസ്. യൂദോസ് കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുത്ത് പത്രോസ് യേശുവിനെ അല്ലേ? ആ ശിഷ്യന്മാർക്ക് ഇങ്ങനെ എന്താ പറ്റിയത്? യൂദോസ് കറിയോത്ത കുറ്റബോധത്തിൽ ജീവിതം അവസാനിപ്പിച്ചു അല്ലേ? അവൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് പിന്നെ അവൻ വന്നോ? കുറ്റബോധത്തിൽ ജീവിതം അവസാനിപ്പിച്ചു. അവൻ സൂചിച്ചത് ചെയ്തു. പത്രോസ്കാരോ പശ്ചാത്താപത്താൽ. അതുകൊണ്ട് കർത്താവ് പത്രോസിനെ വീണ്ടും സത്യം ഏറ്റു പറയിപ്പിക്കും. 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനെ കൊണ്ട് നീ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യം ഏറ്റു പറയിപ്പിച്ച് അവനെ ആദ്യം പറയിപ്പിച്ച ദൗത്യം സഭയുടെ തലവനായി അവനെ കർത്താവാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടാവാം. ദൈവത്തിൽ നന്മ പോയിട്ടുണ്ടാവാം. ആ കുറ്റബോധത്തിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ളവരല്ല, നമ്മൾ തിരിച്ചു നടക്കാനുള്ളവരാണ്. ആ ദൈവത്തിന് മാത്രമേ നമ്മെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കൂ. ഇരമ്യാ പ്രവചനം 12-ാം അധ്യായം വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇരമ്യാവിനെ ക്രിസ്തുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ചെല്ലുമ്പോൾ കളിമണ്ണ് പഠിച്ച് ക്രിസ്തുവിന് മൺപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില പാത്രങ്ങൾ കേടായി പോകുന്നു. ക്രിസ്തു എന്ത് ചെയ്യും? അതിനെ വീണ്ടും ഉടച്ച് മനോഹര പാത്രമാക്കി മാറ്റും. അങ്ങനെ മാറ്റണമെങ്കിൽ ആ പാത്രം ക്രിസ്തുവിന്റെ കയ്യിലാകണം. എങ്കിലേ അവിടെ ഉടയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് യഹോവയായ ദൈവം പറയുന്നു, ഇസ്രായേലിനും ക്രിസ്തുവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്റെ കയ്യിലായിരിക്കുകയാണ്. 19-ാം അധ്യായം വായിക്കുന്നു, ക്രിസ്തു എത്ര ശ്രമിച്ചിട്ടും രൂപാന്തരപ്പെടുത്താൻ പറ്റാത്ത പാത്രങ്ങളെ ഉടച്ചു കളഞ്ഞു. നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു തിരിച്ചു നടപ്പ് ആവശ്യമാണ്. ഇപ്പോൾ യേശുവിന്റെ സാന്നിധ്യം കൂടെ ഇല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരിച്ചു നടപ്പ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ തിരിച്ച് നടന്നാൽ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് ബൈബിളിൽ കാണുന്നതാണ് സഖായി അല്ലേ? സഖായിയെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അവൻ ചുങ്കക്കാരനാണ്.
അവിഹിതമായി അവൻ ചുങ്കമൊക്കെ വാങ്ങുന്ന ആളാണ്. യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ യേശുവിനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്നാ? പൊക്കക്കുറവുള്ളവരുടെ മുമ്പിൽ പൊക്കമുള്ളവർ വന്നാൽ കാണത്തില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? പൊക്കക്കുറവുള്ളവരുടെ മുമ്പിൽ പൊക്കമുള്ളവർ വന്നാൽ കാണത്തില്ലേ? ഇല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ നമ്മളെ കാണുന്നത്. മനസ്സിലായോ? അതൊന്നുമല്ല സക്കായ പ്രശ്നം. പൊക്കക്കുറവുള്ള സത്യമാണ്. അതുകൊണ്ട് യേശുവിനെ കാണാൻ പറ്റാനിയൊന്നുമില്ല. സക്കായുടെ പ്രശ്നം എപ്പോഴും പൊക്കമുള്ളോ മാറി സക്കായുടെ മുന്നിൽ കയറിയിരിക്കും. മനസ്സിലായോ? പൊക്കമുള്ളവരെ സക്കായുടെ മുന്നിൽ നിന്നാൽ സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും പൊക്കമാണ് പലർക്കും യേശുവിനെ മറച്ചു കളയുന്നത്. പൊക്കം എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ശരീരത്തിന്റെ പൊക്കമല്ല, മനസ്സിന്റെ പൊക്കം. നമ്മുടെ ഞാനെന്ന ഭാവം, ആ ഞാനെന്ന ഭാവം പലപ്പോഴും യേശുവിനെ മറച്ചു കളയുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് മാറിക്കൊടുത്തതിലേക്ക് സഹായിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റിയത്. പക്ഷെ അവൻ മരത്തിന്റെ മുകളിൽ അവൻ കയറി നിൽക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും യേശുവിനെ അല്ലെങ്കിൽ യേശുവും വിശ്വാസികളുമായുള്ള ബന്ധം നിഷേധിക്കുന്നത് മനുഷ്യന്റെ പൊക്കപരമായ ചിന്തകളും പൊക്കപരമായ പ്രവൃത്തികളുമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 മുതൽ നമ്മുടെ കർത്താവ് യെരിഹോവിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു പെറുകിക്കുള്ളിനെ കാണുന്ന സംഭവം വായിക്കാം. അതെ, ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയിരിക്കുകയാണ്. പുരുഷാരം നടന്നു പോകുന്ന ശബ്ദം അവൻ കേട്ടു. അവന് കാണാൻ പറ്റില്ല. ആ ശബ്ദത്തിൽ നിന്ന് അവൻ മനസ്സിലായി ആരാ കടന്നു പോകുന്നത്? യേശു ക്രിസ്തുവാണ് മനസ്സിലായി. ഇതൊരു കഥ കേട്ടിട്ടുണ്ട്, തമാശയാണ്. ഒരിക്കലും ഒരു കുരുടൻ വഴിയിൽ ഭിക്ഷയാക്കിയില്ല. ആളുകളൊക്കെ നടന്നു വരുമ്പോൾ, കാലച്ച് വരുമ്പോൾ അവന് മനസ്സിലാവും ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവൻ പറയും, എനിക്കൊരു അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഭിക്ഷയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 അച്ഛന്മാരെ കടന്നു. അച്ഛന്മാർ ഇങ്ങനെ ഇവനെ കടന്ന് അങ്ങോട്ട് പോയപ്പോ അവൻ പറഞ്ഞു, അച്ഛന്മാരെ എനിക്ക് ഒരു തരണേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്മാരെ അവിടെ നിന്നു. നിങ്ങൾക്ക് കണ്ണാണോ? നിങ്ങൾ കാണത്തില്ല. പിന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായത് ഞങ്ങൾ അച്ഛന്മാരാണ്? നിനക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ അച്ഛന്മാരെങ്ങനെ മനസ്സിലായി? അപ്പൊ പറഞ്ഞു, നിങ്ങളെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛന്മാരാണ്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയോടല്ലല്ലോ പോയത്, പ്രസംഗത്തോടുമല്ല പോയത്. പിന്നെ ഞങ്ങളുടെ സംസാരം കേട്ടാൽ നിനക്ക് ഞാൻ മനസ്സിലാകുന്ന അച്ഛന്മാരാണ്. അപ്പൊ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ. ഞാൻ നിങ്ങളെന്താ പറഞ്ഞേ? നിങ്ങൾ ഗതാഗതത്തിന്റെ കുട്ടികളല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായത് നിങ്ങൾ ആരാണ്? അച്ഛന്റെ കുട്ടികളാരാ പറഞ്ഞത്? നിങ്ങൾ ഈ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പള്ളിയിൽ തിരിച്ചു പോകാൻ നാട്ടുകാരെങ്ങനെ അറിയുന്നത്? അച്ഛന്റെ കുട്ടികളൊക്കെ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ അവനിത് കേൾക്കത്തില്ല, അവൻ കാണത്തില്ല. പക്ഷെ അവൻ കേട്ടു ആരാധന യേശു വരുന്നില്ല. അടുത്ത വാക്യം വായിച്ചു. അതെ, നസറായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ കരഞ്ഞു, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. അടുത്ത വാക്യം, മുൻ നടക്കുന്നവർ അവനെ വിലക്കി മിണ്ടി പോരെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്നും യേശുവിന്റെ മുന്നിൽ കയറി നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. യേശുവിനെ വഴി പഠിപ്പിക്കാൻ കാണത്തില്ല. ഇവിടെ മെത്രാജന്മാർ വരുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോഴും പല ആളുകൾ മുന്നിൽ കയറി പാടിയൊക്കെ ധരിച്ച് അവരെ വഴി നടത്തുന്നത്. ഇത് തന്നെ സംഭവം. അന്ന് യേശുവിന്റെ മുന്നിൽ കയറി നടക്കുക.
യേശുവാ വരുന്നത്, ഇവിടെ നിന്ന് പോകരുത്, നീ എഴുതി പോകാൻ പറഞ്ഞവരോട്. അതാണ് അവരോട് മുണ്ടി പോകരുതെന്ന് ഈ പുള്ളിനോട്. മനസ്സിലായോ? മുൻ നടക്കുന്നവരുടെ സ്വഭാവം ഇതാണ്. അപ്പം യേശു എന്താ പറഞ്ഞേ? യേശു അടുത്ത് വന്നപ്പോ ഇവിടെ പറഞ്ഞ് അവൻ വീണ്ടും അവൻ നിർമ്മിച്ചു യേശുവെ ദാവീദ് പുത്രാ. യേശു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹം? അവൻ പറഞ്ഞ് എനിക്ക് കാഴ്ച തരണം. യേശു അവന് സൗഖ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നം ഒന്നുകിൽ യേശുവിന്റെ മുന്നിലാണ്, അല്ലെങ്കിൽ യേശുവിന്റെ പിന്നിലാണ്. മുന്നിൽ നടക്കാനുള്ളത് അഹന്തയെ സൂചിപ്പിക്കുന്നു, പിന്നിൽ നടക്കാനുള്ളത് പിന്മാറ്റത്തെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? മുന്നിൽ കയറി നടക്കാനുള്ളത് അഹന്തയാണ്, പിന്നിൽ നടക്കാനുള്ളത് പിന്മാറ്റമാണ്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച 3 ദേശം ലൂക്കോസ് 3:13 പറയുന്നുണ്ട്. വായിക്കേണ്ട സമയം പോകുന്നുണ്ട്. തന്നോടുകൂടി ഇരിപ്പാനും തന്നാൽ അയക്കപ്പെടാനും ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം നൽകാനും കർത്താവ് 10 പേരെ നിയമിച്ചെന്നാണ്. തന്നോട് കൂടെ ഇരിക്കാനും തന്റെ കൂടെ നടക്കാനും. പ്രിയമുള്ളവരെ, യേശുവിന്റെ കൂടെ നടന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുള്ളൂ. യേശുവിനെ, ഈ കുരുടനെ കണ്ടിട്ട് അവന്റെ നിലവിളി കേട്ടിട്ട് കടന്നു പോകാൻ പറ്റില്ല. മുന്നിൽ കയറി നടക്കുന്നവന് പറയാം, മുന്നിലെന്ന് പറയാം, യേശു മുന്നിലെന്ന് പറഞ്ഞില്ല. യേശു അവനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക? അവന്റെ വേദനയെ കർത്താവ് പങ്കുവയ്ക്കുകയാണ്. അവന് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. നമ്മൾ സക്കായുടെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് നമ്മുടേതായ മരക്കൊമ്പുകളിൽ കയറിയിരുന്ന കർത്താവിനെ ദൂരെ നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. എന്താ നമ്മുടെ മരക്കൊമ്പ്? നമുക്കൊക്കെ ഓരോ മരക്കൊമ്പുണ്ട്. എന്റെ കുടുംബം മഹിമയുടെ മരക്കൊമ്പ്, എന്റെ പാരമ്പര്യത്തിന്റെ ആ വലിയ മരക്കൊമ്പ്, എന്റെ സാമ്പത്തികമായ ഭദ്രതയുടെ മരക്കൊമ്പ്, എന്റെ ആരോഗ്യത്തിന്റെ മരക്കൊമ്പ്, എന്റെ ജ്ഞാനത്തിന്റെ മരക്കൊമ്പ്. മനസ്സിലായോ? എന്റെ സൗന്ദര്യത്തിന്റെ ആ മരക്കൊമ്പ്. അതിന്റെ മുകളിൽ നിന്ന് യേശുവിനെ ദൂരെ നിന്ന് കണ്ടിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. മരക്കൊമ്പിനെ മുകളിലിരുന്നാൽ യേശുവിന്റെ കൂടെ നടക്കാനാവില്ല, യേശു കൂടെ നടക്കില്ല. അതുകൊണ്ട് കർത്താവ് സക്കായിയോട് പറഞ്ഞു, നീ ഇറങ്ങി വാ. ഞാൻ നിങ്ങളും നമ്മുടെ മരക്കൊമ്പുകളിൽ നിന്ന് താഴെ ഇറങ്ങണം. അപ്പോഴേ കർത്താവ് നമ്മുടെ കൂടെ നടക്കുകയുള്ളൂ, നമുക്ക് കർത്താവിനോട് നടക്കാൻ പറ്റും. അങ്ങനെ സക്കായി നടന്നു. യേശു അവന്റെ ഭവനത്തിൽ ചെന്നു. എന്താ അവിടെ സംഭവിച്ചത്? അവൻ ഭയങ്കര മാനസാന്തരം അവരുടെ ജീവിതത്തിലാണ്. അവൻ പറഞ്ഞെന്താ? കർത്താവെ, ഞാൻ അവിഹിതമായി വാങ്ങിച്ചത് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുക, നേരെ സമ്പാദിച്ചതിന്റെ പകുതി. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ അബ്രാഹാമിന്റെ മോൻ, നീ രക്ഷപ്പെട്ടു. കർത്താവ് പറഞ്ഞു, നീ അബ്രാഹാമിന്റെ നീ ആ അവകാശത്തിന്റെ മോൻ. ഈ കുടുംബം ഇത് അത് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവന്റെ കുടുംബം മൊത്തം രക്ഷപ്പെട്ടു. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? യേശു കൂടെ നടക്കണം, യേശുവിന്റെ കൂടെ നടക്കണം. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അന്ന് യേശു പോയി കഴിഞ്ഞാൽ സക്കായിയുടെ ഭാര്യ സക്കായിയെ നിരത്തി നിർത്തിയാണ് സമ്പാദിച്ചത്, അവിഹിതമായി വാങ്ങിച്ചതിന്റെ ഒക്കെ 4 ഇരട്ടി കൊടുക്കാമെന്ന് മനുഷ്യൻ പറഞ്ഞു. അത് മാത്രമല്ല, നേരെ അധ്വാനിച്ചതിന്റെ പകുതി കൊടുക്കാതെ പറഞ്ഞു. സക്കായിയെ നിർത്തില്ല, അല്ലേ? നമ്മളെ അനുഭവിച്ച പകുതി മാത്രമേ ഉള്ളൂ. പക്ഷെ സക്കായിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, രൂപാന്തരപ്പെടൽ നമുക്ക് ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാനും കർത്താവിന് നമ്മുടെ കൂടെ നടക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വഴിയൊരുക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ യേശുവിന് എങ്ങനെയാണ് വഴിയൊരുക്കാൻ യോഗനാൻ ചെയ്യാറുള്ളത്? ഒരു വാക്കുകൾ വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് കർത്താവിന് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ വഴിയൊരുക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ. അത് യേശുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിച്ച പ്രവചന വചനമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം വായിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാണിത്.
മനസ്സിലാവുന്നത്? എല്ലാ മലകളും താഴ്ന്നു വരും, എല്ലാ താഴ്വരയും ഉയർന്നു വരും, വളഞ്ഞതും ദുർഘടമായതൊക്കെ നേരെയാകും. അപ്പോൾ സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. എന്താണ് മനസ്സിലായോ? കുന്നുകളൊക്കെ താഴും, താഴ്ന്നതൊക്കെ ഉയർന്നു വരും. കുന്ന് താഴ്ന്നാൽ താഴ്ന്നത് ഉയർന്നു വന്നാൽ എന്തുവാ? ചിന്തിച്ച് സമതലമാണ്. മനസ്സിലായോ? സമതലമാണ്. കുന്നുകളൊക്കെ താഴ്ന്നാൽ താഴ്ന്നതൊക്കെ ഉയർന്നാൽ സമതലമാണ്. എന്താ കുന്നുള്ളത് മനസ്സിലായോ? ഞാൻ എന്ന ഭാവം, അകന്തയുടെ ഭാഗം, അവിടെ നിന്ന് നീ താഴ്വരണം. എന്താ താഴ്വര? നിരാശ, പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവം, അത് ഉയർന്നു വരും. അപ്പോൾ എന്തുണ്ടാവും? സമത്വത്തിന്റെ അനുഭവം ഉണ്ടാകും. ദുർഘടമായതും വളഞ്ഞതൊക്കെ നേരെയാക്കണം. എല്ലാ പറപ്പുകളും, എല്ലാ ദുർഘടമായ ചിന്തകളും മാറിയിട്ട് നേരിന്റെ വഴിയാക്കണം. അപ്പോൾ എന്തും സകല ജഡവും ദൈവത്തിൽ, അവിടെയാണ് കർത്താവ് യേശു വരുന്നത്. അങ്ങനെ ആ സമയമൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞത്, എല്ലാ അന്നത്തെ ജനങ്ങൾ പറഞ്ഞു, നിന്റെയൊക്കെ ജീവിതത്തിന്റെ കുന്നുകൾ താഴട്ടെ, താഴ്വരകളൊക്കെ പൊങ്ങി വരട്ടെ, വളഞ്ഞതും ദുർഘടമായതൊക്കെ നേരെയാകണം. അപ്പോഴാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്, ഇപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ജോസഫ് മറിയം യേശു ഇല്ലാതെ യാത്ര ചെയ്തു. രണ്ടാമത്, യേശുവിനെ കാണാതെ വന്നപ്പോൾ അവർ തിരിച്ചു നടന്നു. ഈ തിരിച്ചു നടന്ന എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ കർത്താവിനെ കണ്ടിട്ട്? 3 ദിവസം. ഇങ്ങോട്ട് നടക്കാൻ എത്ര ദിവസം നടന്നപ്പോൾ യേശു കൂടെ നിന്ന് മനസ്സിലായി? 1 ദിവസം. അങ്ങനെ മനസ്സിലായാൽ തിരിച്ചു നടക്കാൻ എത്ര ദിവസം വേണം? 3 ദിവസം വേണം. 1 ദിവസം ഇങ്ങോട്ട് നടന്നുള്ളൂ. അപ്പൊ തിരിച്ചു നടക്കാൻ എത്ര ദിവസം വേണം? ഒന്നും വേണ്ട. മക്കളെ കാണാതെ പോയവർ തിരിച്ചു നടക്കാൻ ആരും ഭാഗ്യരാതെ പോകുന്നത് ഇങ്ങോട്ട് വന്നപോലാണോ? അല്ലല്ലോ. എന്തോ 1 ദിവസം പോലും എടുത്ത് കാണുന്നില്ല അമ്മ ദേവാലയത്തിലേക്ക് ചെല്ലാൻ. പക്ഷെ യേശുവിനെ കണ്ടെത്താൻ എത്ര ദിവസം എടുത്തു? 3 ദിവസം എടുത്തു. ഈ 3 ദിവസം കണ്ടെത്താൻ താമസിച്ചതുകൊണ്ടാണ്. ഇതുകൊണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ലക്ഷോപലക്ഷം യഹൂദന്മാർ വന്നു നിൽക്കുന്ന സ്ഥലമാണ് യേശുവിന്റെ ദേവാലയം. 10,000-കണക്കിന് ആളുകൾ ആ ദേവാലയത്തിന് ചുറ്റുമുണ്ട്. അമ്മ എനിക്ക് തോന്നുന്നത് തിരിച്ചു നടന്നാൽ ഒരു 12 വയസ്സുകാരൻ പെരുന്നാളിന് വന്നാൽ എവിടെയെല്ലാം ചെന്ന് നിൽക്കാമോ അവിടെ എല്ലാം അന്വേഷണം നടക്കുക. അല്ലേ? ഇന്നൊരു 12 വയസ്സുകാരൻ പള്ളി വന്നാൽ പെരുന്നാളിന് എവിടെ പോയി ചിന്തിച്ച് എന്ന് പറഞ്ഞതുപോലെ 12 വയസ്സല്ലേ ഉള്ളൂ. അവിടെ എങ്ങാനും കാണുമെന്ന് പറഞ്ഞ് തിരക്കുകൾക്കിടയിൽ യേശുവിനെ അന്വേഷിച്ച് അമ്മ നടക്കുകയാണ്. അങ്ങനെ നടന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു യേശുവിനെ കാണാതെ വന്നപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ കയറിയപ്പോൾ യേശു എവിടെ ഇരിപ്പുണ്ട്? പള്ളിയിൽ അല്ലേ? തിരിച്ചു വന്നപ്പോഴേ പള്ളിയിൽ കയറിയിരുന്നെങ്കിലോ, തിരിച്ചു നടന്ന ആദ്യം പള്ളിയിൽ കയറിയിരുന്നെങ്കിലോ ഈ 3 ദിവസം കിടന്ന് അനേക വല്ല കാര്യം വരുമായിരുന്നു? ഇല്ല. ഇതേപോലെ എന്തായാലും ഇവിടെ സൂചിപ്പിക്കുന്നത് തിരക്കുകൾക്കിടയിൽ യേശുവിനെ അന്വേഷിക്കരുത്. ആ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് യേശുവിനെ കാണാൻ ശ്രമിക്കണം. നമുക്ക് ഒട്ടും സമയമില്ലെന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ പരാതി. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളിയൊക്കെ സമയമില്ല, നമുക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിൽ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ എന്തോ ഒരു തിരക്കുള്ള ശുശ്രൂഷയാണ്. ആ നാളുകളിൽ കർത്താവ് ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. സന്ധ്യയായപ്പോൾ പടകിനെ പറഞ്ഞു വിട്ടിട്ട് അവൻ തനിയെ മലയിലേക്ക് പോയി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് അവൻ തനിയെ പടകിൽ കയറി. എന്തിനാ പോയത്? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോയതാണോ? ആണോ? പ്രിയമുള്ളവരല്ല. അവിടെയാണ് താനും പിതാവുമായുള്ള സംസർഗം നടന്നത്. അവിടെയാണ് പിതാവും താനുമായുള്ള സംസർഗം നടന്നത്. ആ ഏകാഗ്രതയിൽ താൻ നേടിയതായ പ്രാർത്ഥന അനുഭവമാണ്, ശക്തിയാണ് പിറ്റേ ദിവസം ജനത്തിന് കൊടുക്കുവാൻ കർത്താവിന് സാധിക്കുന്നത്. ഇതുപോലെ നമ്മൾ തിരക്കുകൾ
ഈ ലൈറ്റ് പ്രകാശിക്കണമെങ്കിൽ, ഈ ഫാൻ കറങ്ങണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? പവർ സ്റ്റേഷനുമായി ഇതിന് ബന്ധമില്ല എങ്കിൽ എത്ര വില കൂടിയ ഫാനാണെങ്കിലും എത്ര വില കൂടിയ ബൾബാണെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പം ഏകാന്തതയിൽ ഒരു ദിവസത്തെ 24 മണിക്കൂറുണ്ട്. ദശാംശം കൊടുക്കണ്ട, അതിന്റെ ഒരംശമെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോൾ യേശു കൂടെയില്ല എന്ന് തോന്നിയോ അന്ന് എപ്പോൾ തന്നോട് വരേണ്ടത് നേരെ തിരിച്ച് പള്ളിയിലേക്ക് വരണം. യേശു ഇരുന്നത് പള്ളിക്കുള്ളിലാണ്, തിരക്കുകൾക്കിടയിലല്ല. അമ്മ തിരക്കുകൾക്കിടയിൽ യേശുവിനെ അന്വേഷിച്ചു. നമ്മളും തിരക്കുകൾക്കിടയിലല്ല യേശുവിനെ അന്വേഷിക്കേണ്ടത്. ഏകാന്തതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ പൗരസ്ത്യ സഭ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ധ്യാനത്തിനാണ്. 3 രീതിയിലുള്ള ആരാധന ഭൂമിയിലുണ്ട്: ഡിവോഷണൽ, ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ. ഡിവോഷണൽ എന്ന് പറഞ്ഞാൽ ധ്യാനാത്മകം. നമ്മുടെ സുറിയാനി സഭയുടെ ആരാധന രീതി ധ്യാനാത്മകമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആരാധന പാട്ട് പാടുമ്പോൾ നമുക്ക് കൈ കൊട്ടാൻ തൊടാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അല്ലേ? നമ്മുടെ പാട്ടുകളും ആരാധനകളൊക്കെ ധ്യാനാത്മകമാണ്. കാരണം പിതാക്കന്മാർ ധ്യാന നിരതരായി ദേഹാവിലായിരുന്ന അനേക ദിവസത്തെ ധ്യാനത്തിന്റെ ഫലമായി എഴുതിയുണ്ടാക്കിയ ആരാധനകൾ. അതുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും പറയുന്നുണ്ട് പരിശുദ്ധ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രവും സുറിയാനി സഭയുടെ ആരാധനയുമാണ് പൂർണ്ണമെന്ന്. ബാക്കിയായി നമ്മളെ അവർ കോപ്പി ചെയ്ത് കുറെ വാക്കുകളൊക്കെ മാറ്റി മറ്റൊരു ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. വെളിയിൽ പോകും. നമ്മുടെ എല്ലാ സുരക്ഷകളും നമ്മുടെ അതുപോലെ കോപ്പി ചെയ്തിരിക്കുകയാണ്. ചില വ്യത്യാസമൊക്കെ വാക്കുകളിൽ വ്യത്യാസം വരുത്തിയത് മാത്രമേ ഉള്ളൂ. എല്ലാം ധ്യാനം. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലുള്ളത് ഇമോഷണൽ. ആ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ വൈകാരിക തലത്തിൽ നമ്മളെ ആരാധനയിൽ 3 ഘടകങ്ങളുമുണ്ട്. പക്ഷെ വൈകാരിക തലത്തിൽ പ്രാധാന്യം കൊടുത്താൽ ആ സമയത്ത് ഒരു വലിയൊരു അനുഭൂതി ഉണ്ടാകും. പോയി കഴിഞ്ഞ് പാത്രം മറ്റൊന്ന് ഇന്റലക്ച്വൽ, ഭൗതികപരമായി ബുദ്ധിപരമായി ദൈവം ആരെന്ന് ആരാധനയില്ല. അത് പൗലോസ് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമാണെന്ന് പറഞ്ഞു. ബുദ്ധി കൊണ്ട് ദൈവം ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോശ ചോദിച്ചത്, ഞാൻ മിസ്രയീമിന്റെ ഫറവോനോട് നീ ആരെന്നെ അയച്ചെന്നാ പറയേണ്ടത്? കർത്താവ് പറഞ്ഞു, ഞാനാകുന്നവൻ എന്ന് പറയാൻ. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു അച്ഛൻ ആരാണെന്ന് ഞാൻ പറയണേ, ഞാൻ പറയാം ഞാനാകുന്നവൻ ഞാനാകും. നിങ്ങൾക്ക് മനസ്സിലായി? എന്താ മനസ്സിലാവോ? ഇല്ല. യേശു പറഞ്ഞ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ആരാന്ന് പറഞ്ഞാൽ നിന്റെ തലക്കാലത്തൊന്നും കൊള്ളത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ ആരാന്ന് പറഞ്ഞാൽ നിന്റെ തലക്കാലത്ത് ഉൾക്കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്താൽ മതി. എന്നെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വചനം ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ധ്യാനത്തിനാണ്. എത്ര സമയം പ്രാർത്ഥിക്കുമോ അത്ര സമയം മൗനമായിരിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തെ അറിയാനുള്ള മാർഗം സംഘടനക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന്. ഇപ്പൊ ദൈവത്തെ അറിയാവുന്ന മാർഗം ആദ്യം മിണ്ടാതിരിക്കാൻ പഠിക്കണല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വീടുകളിലുള്ള പുഷ്പങ്ങളില്ലേ? പുഷ്പങ്ങൾ വിടരുന്നതും സുഗന്ധം പരത്തുന്നതും ഒക്കെ എപ്പോഴാണ്? നമ്മളൊക്കെ വാഴ സത്യമല്ലേ? പ്രപഞ്ചം മൗനമാകുമ്പോഴാണ് പുഷ്പങ്ങൾ വിടരുകയും സുഗന്ധം പരത്തുകയും ചെയ്യുന്നത്. നമ്മൾ ശബ്ദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ പരിപാടി ഇനി എപ്പോഴും മൗനം വരട്ടെ, സമത വരട്ടെ, അന്നേ ഞാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞ് പുഷ്പങ്ങളാകുന്ന ആ പരിപാടി നടക്കും. എന്തുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ മൗനമാകുമ്പോൾ നമ്മളൊക്കെ സംസാരം നിർത്തുമ്പോൾ പതുക്കെ വിടരുകയും സുഗന്ധം പരത്തുകയും. സത്യമല്ലേ? അതുകൊണ്ടാണ് ധ്യാനത്തിന്റെ അനുഭവം. അപ്പൊ നമുക്ക് സമയമില്ല. പക്ഷെ ജീവിതത്തിൽ പകലോ രാത്രിയോ
നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നത് നമ്മുടെ ദൈവസ്ഥലം നമ്മുടെ ഹൃദയത്തെ പറഞ്ഞ് മൗനമാക്കിയിരിക്കുമ്പോൾ. ഇനി അവസാനത്തെ കൂടി ഈ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അമ്മ സങ്കടത്തോടും ദേഷ്യത്തോടും മകനോട് പറയുന്ന ഒരു വാക്കുണ്ട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ഞാൻ നിന്റെ അപ്പനും നിന്നെ കാണാൻ എന്തോരം വിഷമിച്ചു. പ്രിയമുള്ളവരെ, ആരെ ഇട്ടേച്ചാ പോയത്? യേശു മാതാപിതാക്കളെ ഇട്ടേച്ച് പോയോ? മാതാപിതാക്കൾ യേശുവിനെ ഇട്ടേച്ച് പോയോ? ഇപ്പൊ കുറ്റം ആരുടേതായി? യേശുവിനോടാ പറഞ്ഞത്, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. യേശു മാതാപിതാക്കളോട് ചോദിക്കേണ്ട ചോദ്യമത്. അമ്മേ, നിങ്ങൾ എന്നെ വിളിക്കാതെ എന്നെ പള്ളിയിൽ വെച്ച് നിങ്ങൾ എന്തിനാ പോയത് ചോദിക്കേണ്ടതാ. നേരെ തിരിച്ച ചോദ്യം. മകനോടൊന്ന് ചോദിക്കുക, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? യേശു സങ്കടം കൊണ്ടെന്ന് വെച്ചു. അതാ പറഞ്ഞു, നമ്മളിൽ തന്നെ സത്യം പറ, നമ്മൾ ഇതിനെ. പ്രിയമുള്ളവരെ, കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടേച്ച് പോകുന്നില്ല. നമ്മളാണ് കർത്താവിനെ വിട്ടേച്ച് പോകുന്നത്. ദൈവമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത്, യേശുവില്ലാത്ത ചിന്തകളും പ്രവർത്തനങ്ങളുമായി നടക്കുന്നത് നമ്മളാണ്. കർത്താവ് നമ്മളെ വിട്ടേച്ച് പോകുന്നില്ല. നമ്മൾ ഓർക്കുക. നിങ്ങൾ ഓരോ ഞായറാഴ്ചയും വിശ്വകുർബാന കഴിഞ്ഞ് കൈമുക്കി പോകുമ്പോൾ മദ്ബഹായിലേക്ക് നോക്കി നിങ്ങൾ നെഞ്ചത്ത് കൈവയ്ക്കുകയോ വിശ്വസിച്ചു അല്ലേ? പോകുമ്പോൾ കർത്താവ് ക്രോണോസ് എന്ന് പറയുന്നു, മോനെ മോളെ ഞാൻ വരട്ടെ നിന്റെ കൂടെ. അപ്പൊ നമ്മളെന്താ പറയുന്നത്? നമ്മളെന്താ പറയുന്നത്? വേണ്ട കർത്താവേ, നിനക്ക് പറ്റിയ സ്ഥലം ഇത്. നീ ഇവിടെ ഇരുന്നാൽ മതി, നീ എന്നോട് വന്നാൽ ശരിയാവില്ല, ഞാൻ അടുത്ത ഞായറാഴ്ചയോട് നിന്നെ. കർത്താവ് കൊണ്ടുവരണമെന്ന് ആവശ്യം ആഗ്രഹമുണ്ടോ? ഉണ്ടോ? കർത്താവ് നിങ്ങൾ പറഞ്ഞ കർത്താവ് വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് 2-3 റൂമുണ്ട്. ഒരു റൂം ഒരാഴ്ചത്തേക്ക് കർത്താവിന് താമസിക്കാൻ കൊടുക്കണം. നമ്മൾ കൊടുക്കുമോ? കർത്താവ് വിളിച്ചാൽ കൊടുക്കുമോ? കൊടുക്കാതിരിക്കുമോ? യേശു വന്ന് ചോദിച്ചാൽ നമ്മൾ റൂം കൊടുക്കുക, റൂം കൊടുക്കുക. ആ ജീവിതം എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരു മുറിയിൽ കർത്താവ് താമസിക്കുന്നു, നമ്മൾ ഇപ്പോഴത്തെ മുറിയിൽ നമ്മൾ താമസിക്കുന്നു. ആ ജീവിതം എങ്ങനെ ഉണ്ടാവും? ചിന്തിച്ചിട്ടുണ്ട്. ഒരൊറ്റ സീരിയൽ കാണാൻ പറ്റുമോ? ശാരീരിക അല്ലാതെ, കുർബാനയും പ്രസംഗവും അല്ലാതെ വേറെ എന്തെങ്കിലും നോക്കിയാൽ പെട്ട കോമഡി ഷോ കാണാൻ പറ്റുമോ? പറ. തൊട്ടപ്പുറത്ത് ആരായിരിക്കുന്നത്? കർത്താവ് പോലെ വേണം, വീട്ടിൽ വേണോ? സത്യം പറ. വേണ്ടേ? വേണ്ട. അതാണ് കർത്താവ് വന്നിരിക്കുന്നത്. അല്ല, കർത്താവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ വികാരത്തിൽ ബഹുമാനപ്പെട്ട സാഹചര്യത്തിൽ പൗരസന്ദർശനത്തിന് രാവിലെ പോകുന്നത് നിങ്ങളുടെ വികാരിയാണ്. നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ രാവിലെ വീട്ടിൽ വന്നു. രാവിലെ 9 മണിക്ക് അച്ഛൻ വീട്ടിൽ വന്നു. നിങ്ങൾ കാപ്പി കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, സന്തോഷം പങ്കുവെച്ചു, വർത്താനമൊക്കെ പറഞ്ഞു. ഉച്ചയായപ്പോൾ അച്ഛൻ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ അച്ഛൻ പോകുന്നില്ല, അച്ഛന് ഭക്ഷണം കൊടുക്കണമല്ലോ. എല്ലാത്ത കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉച്ചയ്ക്ക് അച്ഛന് ഭക്ഷണം കൊടുത്തു. അച്ഛൻ അവിടെ കയറി ഒട്ടി ഓർമ്മ ഉച്ച പോകുന്നില്ല. 4 മണി 5 മണിയായപ്പോൾ നമ്മൾ ചായ കൊടുത്തു, ചെറിയ കഴുകി കൊടുത്തു. അച്ഛൻ വീട്ടിലില്ല. നമുക്ക് ഇഷ്ടപ്പെടുമോ? സത്യം പറ, ഇഷ്ടപ്പെടുമോ? പറഞ്ഞേ ഇല്ല. നമ്മളെന്താ അപ്പാകില്ല. അച്ഛൻ വരണം, പ്രാർത്ഥിക്കണം, ഒക്കണം. ഞങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും വേണ്ടി ചെയ്യാനുണ്ട്, പറയാനുണ്ട്. എല്ലാ അച്ഛനെ കാണുകയും അച്ഛനെ വെക്കുകയും ചെയ്യാനുള്ളതാണോ? ആണോ? അതെ, കൂടുതൽ നമുക്ക് ദൈവത്തോട് മനസ്സിലായോ? നമ്മുടെ ദൈവത്തെ വാസം എന്താ? നമ്മുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റി തരുന്ന ഒരു വ്യക്തിക്ക് അപ്പുറമായി കർത്താവിനെ കുറിച്ച് നമുക്കൊന്ന് ഒരു ചിന്തയിൽ ചുമ്മാ പറയുന്നത്. കർത്താവിനെ കാത്തിരിക്കാൻ പറയാം. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന പോലെ പറയാൻ പറ്റില്ല, ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ് നമ്മളെ വിട്ടേച്ച് പോയിന്നാലും പറയില്ല, നമ്മളാ കർത്താവിനെ വിട്ടേച്ച് പോകും. യേശു കൂടെ വന്നാൽ അതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഇവിടെ പ്രസംഗിക്കുന്നത്, ഈ പെരുന്നാൾ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ കർത്താവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ യേശുവുമായി തിരിച്ചു പോകാമെന്ന് പറയുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും എപ്പോഴെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെങ്കിൽ
നേരെ തിരിച്ച് ഈ പള്ളിയിലേക്ക് വരിക. ഏകാന്തമായി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നോട് സംസാരിക്കും. നിന്റെ ഹൃദയത്തോട് ഇടപെടും. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഏത് കുരിശിന്റെ വഴിയിലൂടെ പോയാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി നൽകി. ഈ വർഷത്തെ പെരുന്നാളും അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും അതിന് സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് തലവരെ വണക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവോട് ചേർന്ന് ഈ സന്ധിക്കാരങ്ങളെ സ്തുതിക്കുന്ന വിവിധ ഭവനങ്ങളായിരുന്നു ഞങ്ങളൊക്കെ ദേവാലയത്തിൽ കടന്നു വന്നു. ഇടുന്നവാളുമായുള്ള ബന്ധത്തിൽ ഞങ്ങളെ എതിർക്കാൻ കടന്നു വന്നതാണ്. അന്ന് പെരുന്നാൾ പോയ സംഭവമാണ് ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവേ, അന്ന് പെരുന്നാളിനെ അന്യമായി പോയപ്പോൾ അങ്ങില്ലാത്ത മാതാപിതാക്കളുടെ അവർക്കിടയിലേക്ക് പോവുകയാണ്. എന്നാൽ യേശു കൂടെയില്ല എന്ന് ബോധ്യമായി. ഞങ്ങളും അവരെ സഹയാത്രികളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞവർ യാത്ര ചെയ്യും. ഞങ്ങൾ ഇന്ന് പലപ്പോഴും അന്ന് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമില്ലാതെ സഹയാത്രികളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായി കർത്താവ് പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യങ്ങളോടൊപ്പം ഉണ്ടാകണമേ. രണ്ടാമത് ജോസഫ് അറിയാതെ തിരിച്ചു നടന്നതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു നടക്കുന്ന മനസ്സാന്തരം ആവശ്യമാണെന്ന് നിങ്ങൾ കണ്ടു. ആ തിരിച്ചു നടപ്പിനാണ് മനസ്സാന്തരം എന്ന് പറയുന്നത്. യൂദായിക്ക് പറ്റിയതുപോലെ കുറ്റബോധത്തിൽ ജീവിതം അവസാനിപ്പിക്കാതെ പത്രോസ് അപ്പോസ്തലനെ പോലെ പശ്ചാത്തലിച്ച് വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങളെ ശക്തീകരിക്കുന്നു. തിരിച്ചു നടന്നു. മൂന്നാം ദിവസമാണ് കർത്താവിനെ കണ്ടത്. ജീവിത തിരക്കുകളിൽ നിന്ന് മാറി അന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് ജീവിത തിരക്കുകളിൽ മാറി ദൈവസ്ഥലത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ജീവിതത്തിൽ ഒരു ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ കർത്താവിനോട് എന്തിന് ഞങ്ങളോട് ചെയ്തു എന്നതിനേക്കാൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ആലോചന ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മനോഭാവത്തിലേക്ക് കണ്ടുവരുവാൻ നമ്മളെ സഹായിക്കണം. ഈ നോമ്പിന്റെ എല്ലാ ഈ വെള്ളാവിന്റെ എല്ലാ ശുശ്രൂഷകളും എല്ലാ ആചാരങ്ങളും ഞങ്ങളെ കേട്ട വചനവുമായി ബന്ധപ്പെടുത്തി ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഞങ്ങളെ സഹായിക്കണം. സകല സ്വർഗീയതകളാൽ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. മാന്യമോഹത്വം ആയി പിതാവിന്റെയും പുത്രന്റെയും